ഹായ്. അപ്പൊ ഞാൻ ഇന്നൊരു താളിയാക്കുന്ന വിധം, നമ്മളെല്ലാവരും തലേന്ന് താളി തേക്കുമല്ലോ. ഞാൻ പുറത്തേക്കെങ്കിലും പോകുന്നില്ലെങ്കിൽ ഒരാഴ്ചയിൽ 3-4 ദിവസം താളി തേക്കും. ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ താളി ആക്കി ഫ്രിഡ്ജിൽ എടുത്തു വെക്കില്ല. അല്ലാതെ ഇപ്പോൾ പറയാം നമ്മൾ ഡെയിലി മിക്സിലാണ് എന്നാൽ നമുക്കൊരു മടിയുള്ള കാര്യമായിരിക്കും. നമുക്കല്ല, എനിക്ക്. അപ്പം എൻ്റെ താളിൻ്റെ കൂട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ചെമ്പരത്തിൻ്റെ പൂവ്, ചെമ്പരത്തിൻ്റെ ഇല, തുളസീൻ്റെ ഇല, ഇതിനകത്ത് ഇത് 3 ഉള്ളൂ. പിന്നെ കറ്റാർവാഴേൻ്റെ തണ്ട് അറിയാലോ. ഇതിൻ്റെ മേലത്തെ തൊലിയൊന്നും ഞാൻ കളയൊന്നുമില്ല. ജെല്ല് മാത്രമൊന്നുമല്ല, ഞാൻ ഇത് മൊത്തത്തിൽ അങ്ങ് എടുക്കുക ചെയ്യാം. മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോ പീസാക്കിയിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് മുറിച്ചിടും. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മളെല്ലാവരുടെയും, ഇപ്പം മഴക്കാലമായതുകൊണ്ട് എല്ലാവരുടെയും വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളൊരു സാധനം, ആന ചവിട്ടി. ഇങ്ങനെയാണ് ഇതിൽ പൊതുവെ അറിയപ്പെടുന്നത്. വെച്ചാൽ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ആന ചവിട്ടിക്ക് ആനൻ്റെ കാല് പോലെ, ആന കാല് പതിപ്പിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെയല്ലേ, ഇതുപോലെ ഇങ്ങനെ കാണുമായിരിക്കും. നിങ്ങളുടെ വീടിൻ്റെ സൈഡെല്ലാം ഈ റബ്ബർ തോട്ടെല്ലാം അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് കണ്ട് നല്ല പരിചയമുണ്ടാവും. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കറിവേപ്പില. നമ്മളെ വീട്ടിലെല്ലാം കറിവേപ്പില സാധാരണ ഉണ്ടാവുമല്ലോ. അതിൽ നിന്നൊരു കുറച്ച് ഒരു 4, 5, 6 തണ്ട് വെച്ചാൽ ഇത്ര ഈ ഒരു നീളത്തിലാണെങ്കിൽ ഒരു 5-6 തണ്ട് കറിവേപ്പില. ഇത് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതിനകത്തേക്ക് അങ്ങോട്ട് പോവാം. കറിവേപ്പിലയും ചെമ്പരത്തിൻ്റെ ഇല, ചെമ്പരത്തിൻ്റെ പൂവ്, പിന്നെ കറ്റാർവാഴ, തുളസി, ആന ചവിട്ടി, ഇതൊക്കെ ചേർത്ത് ഇതിൻ്റെ ഗുണങ്ങൾ ചോദിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. എല്ലാത്തിനും നല്ല ഗുണങ്ങളുണ്ട്. ചില നേരത്തെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം നല്ലല്ലോ, എന്തായാലും ദോഷം ചെയ്യുമൊന്നുമില്ല. ഞാൻ സാധാരണ ഇതെല്ലാം ഉപയോഗിക്കുന്നത്, ഈ താളി ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ നല്ല മുടി ഒഴിച്ചൊരു കുറവുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാണ്ട് പൈസ മുടക്കിയിട്ട് വാങ്ങിക്കുന്ന സാധനമൊന്നും ഞാൻ പറഞ്ഞു തരില്ല. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട്, ഞാൻ ഇത് ആക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. നല്ല ഡബ്ബയിലെടുത്തിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ട് തേക്കുന്നതിന് ഒരു 3-4 മണിക്കൂർ, അതായത് നല്ല തണുപ്പ് പോകാൻ, അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്ന സാധനമാണല്ലോ, തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നീട് യൂസ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. നല്ല മാറ്റം വരുന്നുണ്ട്. പിന്നെ നല്ല മുടി ഒഴിച്ചില്ല, എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞു. ഇത് കുറേ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ പറയാത്തത് ഇപ്പോൾ പറയാൻ കാരണം എനിക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടതുകൊണ്ടാണ്. നല്ല മുടി ഒഴിച്ചാൽ താരൻ്റെ പ്രശ്നങ്ങളെല്ലാം നല്ല മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.